ബഹുമാനപ്പെട്ട മന്ത്രി ആദ്യം ഇത് സംബന്ധിച്ച് പറഞ്ഞത് വലിയ തോതിലുള്ള GST നഷ്ടം ഉണ്ടാവുമെന്നാണ്. ഇപ്പൊ പറഞ്ഞു കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സ്പിരിറ്റിന് GST ഇല്ല. എത്ര വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന എത്തനോളിനാണ് GST ഉള്ളത്. അത് വളരെ കുറഞ്ഞത് മാത്രമാണ് കേരളത്തിന് പുറത്തു നിന്ന് വരുന്നത്. അതിന് തന്നെ സർ IGST കിട്ടും. കാരണം അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നതായിട്ടുള്ള രേഖ കാണിച്ചാൽ IGST കിട്ടുന്നതാണ്. ₹1 പോലും ടാക്സ് ഇനത്തിൽ ഇതിന് നഷ്ടമാകുന്ന കാര്യമല്ല. സർ, എൻ്റെ ചോദ്യം, ഇവിടെ ഈ ബ്രൂവറി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ കിട്ടുന്നതിന് മുമ്പ് തന്നെ കിട്ടിയപ്പോൾ പറഞ്ഞത് ഇവർ IOCയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകരിച്ച ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഇവർക്ക് അംഗീകാരം കൊടുത്തതെന്നാണ്. സാർ, ഈ ഒരു അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവര് ഇവിടെ ഇലപ്പുള്ളിയിൽ ഈ പ്ലാന്റ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുടിവെള്ളം തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതായത് IOCയിൽ അവർക്ക് ടെൻഡർ വയ്ക്കുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റിയിൽ നിന്നും അവർ ലെറ്റർ വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്തതെന്നും, ഈ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒയാസിസ് കമ്പനിക്ക് വേണ്ടി സർക്കാർ ഈ ബ്രൂവറി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ വേറെ ഒരു കമ്പനിയും കേരളത്തിൽ അറിയാതെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്? സർ, മറ്റാരും അറിയാതെ ഈ കമ്പനിയുമായിട്ട് മാത്രം ചർച്ച നടത്തി എന്നാണ് പറയുന്നത്. സർ, നയത്തിലെ ഈ മാറ്റം ആദ്യം അറിഞ്ഞത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ പിന്നിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവുമാണ് എന്ന് അവർ മറന്നുപോയതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സർ, അവരുടെ പ്രസ്താവനയാണ് ആദ്യം വന്നത്. ഈ നയം വലിയ ഹെഡ്ലൈൻ ആയിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം. കാരണം പ്രധാനപ്പെട്ട നയം മാറ്റമാണ്. ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു പ്രധാന നയമാറ്റമാണ്. ആ നയമാറ്റം പ്രധാനപ്പെട്ട തലക്കെട്ടായിട്ട് എല്ലാ മാധ്യമങ്ങളിലും വന്നു. ബഹുമാന്യരായിട്ടുള്ള 2 നേതാക്കളുടെയും അതിനെതിരായിട്ടുള്ള പ്രസ്താവനയും വന്നതാണ്. ആ പ്രസ്താവന കൊടുത്ത ആളുകളാണ് പറയുന്നത് ഈ നയം മാറ്റം ആരും അറിഞ്ഞില്ല, അതീവ രഹസ്യമായിട്ടാണ് നടപ്പാക്കിയത് എന്നത്. സർ, രണ്ടാമത്തെ കാര്യം, OSS കമ്പനിയുമായി സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അവര് സർക്കിൾ ഇൻസ്പെക്ടർക്ക് അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ സർക്കാരിന്റെ മുമ്പിൽ വന്നു. 10 ഘട്ടങ്ങളിലുള്ള പരിശോധന അതിൽ നടന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരുത്തി. ഒരു ഘട്ടത്തിൽ ഈ ശുപാർശ മുന്നിൽ വന്നപ്പോ, സർക്കാരിന്റെ മുമ്പിൽ വന്നപ്പോ, എന്താണ് വെള്ളത്തിന്റെ സ്രോതസ്, എങ്ങനെയാണ് വെള്ളം കണ്ടെത്തുന്നത് എന്നതിൽ വ്യക്തമായ ശുപാർശ ഉണ്ടാവണം എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയും അക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ശുപാർശ സഹിതം പുനഃസമർപ്പിക്കുകയും ചെയ്തു. അങ്ങേയറ്റം സുതാര്യമായിട്ടാണ് സർക്കാർ നയത്തിൽ പ്രഖ്യാപിച്ച ഈ സർക്കാരിന്റെ നയം നടപ്പാക്കാനുള്ള മാൻഡേറ്റ് ഉണ്ട്. സർ, അത് ജനങ്ങൾ നൽകിയിട്ടുള്ള മാൻഡേറ്റ് ആണ്. ആ നയത്തിൽ പ്രഖ്യാപിച്ച കാര്യം നിയമപരമായി സുതാര്യമായി നടപ്പാക്കുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്.